ഇന്നത്തെ നമ്മുടെ സൽവാർ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പ്യുവർ ടസറിൽ ഫ്രണ്ട് പോർഷൻ ഫുള്ള് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ചെയ്തേക്കുവാണ്. മൾട്ടി കളറായിട്ടാണ് വരുന്നത്. യെല്ലോ തന്നെ ഡാർക്കും ലൈറ്റും പീച്ച് പിങ്ക് അങ്ങനെ 3-4 ഷെയ്ഡ്സ് വന്നിട്ട് ആ ഒരു ത്രെഡ് ഇട്ട് ഫ്രണ്ട് പോർഷൻ ഫുള്ള് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ചെയ്തേക്കുന്നു. ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് വരുന്നത്. മെറ്റീരിയൽ പ്യുവർ ടസർ സിൽക്ക് മെറ്റീരിയലും. ഈ ഒരു യോക്ക് പോർഷൻ ഒരിത്തിരി സ്പേസ് വർക്ക് ഇല്ലാതുണ്ട്. അത് കഴിഞ്ഞ് ഫുള്ള് ബോഡി വർക്ക് കിട്ടത്തക്ക പോലെയാണ് ചെയ്തേക്കുന്നത്. ദുപ്പട്ട വരുമ്പോഴും സെയിം ടസർ സിൽക്ക് ദുപ്പട്ടയാണ്. എന്നിട്ട് ദുപ്പട്ട ഫുള്ള് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് പിങ്കും ആ ഒരു യെല്ലോ ഷെയ്ഡൂടെ ഷെയ്ഡ് ഉള്ള ത്രെഡ് വർക്ക് ഇട്ട് ഫുൾ ദുപ്പട്ടയിൽ ത്രെഡ് വർക്ക് വരുന്നു. സെയിം ആ ഒരു ഷെയ്ഡ് തന്നെ വരുന്നു. എന്നിട്ട് ഇതിൻ്റെ ബോട്ടം കൊടുത്തേക്കുന്നത് കോട്ടൺ ബ്ലൂ ഷെയ്ഡ് കോട്ടൺ ബോട്ടം. ഈ ഒരു പാറ്റേണിൽ വരുന്ന 2-3 ഷെയ്ഡ്സ് ആണ് കാണിക്കുന്നത്. അടുത്ത ഷെയ്ഡ് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ത്രെഡ് വർക്കിൻ്റെ ഡിസൈൻ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇത് ഫ്ലവർ ഇച്ചിരി വലിയ ഫ്ലവർ വന്നിട്ട് യെല്ലോയും പിങ്കും ആയിട്ടാണ് കളർ വന്നേക്കുന്നത്. സെയിം രീതിയിൽ തന്നെ ഫുൾ ബോഡിയിൽ വർക്ക്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടും വരുന്നു. ദുപ്പട്ട വരുമ്പോഴത്തേക്കിന് സെയിം ടസർ സിൽക്ക് ദുപ്പട്ട തന്നെ വന്നിട്ട് ഇങ്ങനെ വർക്ക്. ഈ ഒരു ഫ്ലവറിൻ്റെ വർക്കാണ് ദുപ്പട്ട ഫുള്ളും പോയേക്കുന്നത്. ബോട്ടം ഇതിന് കൊടുത്തേക്കുന്നത് കോട്ടൺ സിൽക്ക് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന കോട്ടൺ സിൽക്ക് ബോട്ടം അങ്ങനെ വരും. ഈ ഒരു ഷെയ്ഡ്. അടുത്ത ഷെയ്ഡ് നല്ലൊരു പീച്ച് ഷെയ്ഡാണ്. നല്ലൊരു പീച്ച് ഷെയ്ഡ് പിങ്ക് പീച്ച് ഷെയ്ഡ് വരുന്നു. ഫ്രണ്ട് പോർഷൻ ഫുള്ള് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി. ദുപ്പട്ടയും സെയിം പ്യുവർ ടസർ തന്നെ ആ ഒരു പിങ്ക് പീച്ച് ഷെയ്ഡിൽ വന്നിട്ട് ഫ്ലവറിൻ്റെ വർക്ക്. ദുപ്പട്ടയും ഫുൾ വർക്കാണ് വരുന്നത്. ബോട്ടം കോട്ടൺ സിൽക്ക് ബോട്ടം പീച്ച് ഷെയ്ഡിൽ തന്നെ കോട്ടൺ സിൽക്ക് ബോട്ടം. ഹെവി വർക്കായിട്ട് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ ഇടാനാണെങ്കിൽ ഫുൾ ഹെവി ആയിട്ട് നിൽക്കുന്നൊരു സൽവാർ മെറ്റീരിയലാണ് ഇത് വരുന്നത്. ഇതൊരു ലാവണ്ടർ അല്ല പർപ്പിളിൻ്റെ ലൈറ്റ് ഷെയ്ഡിൽ വരുന്നു. അപ്പം അതിലാണേലും ആ ഒരു വർക്ക് നല്ല കളറെടുപ്പുണ്ട്. ഫുൾ ബോഡിയിൽ വരുമ്പോഴത്തേക്കിന് ഈ ഒരു ലൈറ്റ് ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ നിൽക്കുന്ന ഈ ഒരു ഷെയ്ഡ്. എന്നിട്ട് അതിൽ വരുമ്പോൾ ഫുൾ എടുപ്പിൽ നിൽക്കുന്ന ത്രെഡ് വർക്ക്. സെയിം ഷെയ്ഡിൽ തന്നെ ദുപ്പട്ടയിലും സെയിം ലുക്കിൽ തന്നെ ഫുൾ ക്രോസ് സ്റ്റിച്ചിൻ്റെ ഫ്ലവർ വർക്ക്. ബോട്ടം ഇതിൻ്റെ കൂടെ കോട്ടൺ ബോട്ടമാണ് കൊടുത്തേക്കുന്നത്. പെയർ ചെയ്തേക്കുന്നത് സെയിം ഷെയ്ഡ് തന്നെ. എല്ലാം സെയിം ടോണിൽ തന്നെയാണ് വരുന്നത്. അടുത്തത് ഒരു യെല്ലോ ഷെയ്ഡ്. ഇതിൻ്റെ വർക്കിന് വ്യത്യാസം വരുന്നുണ്ട്. ഇച്ചിരി കൊച്ചു കൊച്ചു വർക്കാണ്. ഫുൾ ബോഡിയിൽ ഫുള്ള് വർക്ക് വരുന്നുണ്ട്. ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ മാത്രം വ്യത്യാസം വരുന്നു. അതിൻ്റെ ദുപ്പട്ട ബോട്ടം. ഇത്രയും ഷെയ്ഡ്സ് ആണ് ഈ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്ന ടസറിൻ്റെ സെറ്റിൻ്റെ സൽവാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ വന്നേക്കുന്നത്. ഇതിലേതെങ്കിലും ഷെയ്ഡ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക.